ആകാശവാണി. നിതാന്തം തുടർ നാടകം 3-ാം ഭാഗം. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സന്ധ്യ രാജേന്ദ്രൻ, അനന്തപുരം രവി, സുപർണ ശ്രീധർ, ഐശ്വര്യ നായർ, മഹേഷ് ആർ ജി, മോഹൻ ഐരൂർ, സുരേഷ് പഴവീട്, അർച്ചന ചന്ദ്രൻ, അനീഷ് പി നായർ, ആരോമൽ എസ് എസ്, വിസ്മയ മോഹൻ ആർ എസ്, എം എസ് ശാന്തി, രാധിക നായർ. നിതാന്തം 3-ാം ഭാഗം. വെൽക്കം സാർ. താങ്ക് യു. ഞാൻ വന്ന കാര്യം രാജശ്രീക്ക് മനസ്സിലായി കാണുമല്ലോ. യെസ് സാർ. പ്ലീസ് ബി സീറ്റഡ്. ഷുവർ സാർ. യു പീപ്പിൾ ഓൾസോ. താങ്ക് യു സാർ. ഓക്കെ. മിനിസ്റ്റർ രാജശ്രീയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. പറഞ്ഞു. രാജശ്രീ ആയതുകൊണ്ട് ഐ ആം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ്. ബട്ട് രാജശ്രീ, ഡു യു നീഡ് എനി അതർ സപ്പോർട്ട്? അങ്ങ് കൂടി ഉണ്ടെങ്കിൽ അത് മാത്രം മതി. പിന്നെ ഇവർ രണ്ടുപേരും മിടുക്കരാണ്. ഡൽഹി എയിംസിലേക്ക് മാറ്റണമെന്ന് മിനിസ്റ്റർ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം ഓക്കെയാണ്. മാത്രമല്ല ഡോക്ടർ രാജശ്രീ ഈസ് വൺ ഓഫ് ദി എക്സ്പേർട്ട് ഇൻ ദിസ് ഫീൽഡ്. സാർ, താങ്ക് യു സോ മച്ച്. അങ്ങ് തരുന്ന പിന്തുണ എനിക്ക് വലിയ ആത്മവിശ്വാസമാണ്. യു ഡിസർവ് ഇറ്റ്. ഒന്നുമല്ലെങ്കിലും താങ്കൾ ഹരീന്ദ്രനാഥിൻ്റെ മകളല്ലേ. അതൊരു അപൂർവ ജനസാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ. അത് തന്നെയാണ് എൻ്റെയും ബലം, മൈ ബാക്ക് ബോൺ. ഓക്കെ സാർ, അങ്ങ് തരുന്ന പിന്തുണ വലുതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു യാത്രയ്ക്കുള്ള ഹെൽത്ത് കണ്ടീഷനും ഇല്ല. അത് റിസ്ക്കാണ്. ഒരു 3-4 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും ആ സർജറിക്ക്. എയർ ആംബുലൻസിൽ അറേഞ്ച് ചെയ്താൽ പോലും റിസ്ക്കാണ്. ഇവിടെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ. എങ്കിൽ വേണ്ട, നമുക്ക് മറ്റെല്ലാ കെയറും കൊടുക്കാം. The rest we will plan in the coming days. Okay, sir. Okay, all right. അമർലിൻ മാഡം, ICUവിലെ പേഷ്യൻറ്റിനെ നമുക്ക് നാളെ റൂമിലേക്ക് മാറ്റണം. ഓക്കെ? ഓക്കെ മാം. അപ്പോൾ ഞാൻ വൈകിട്ടെത്താം. ഓക്കെ? ഹലോ മിസ്റ്റർ പ്രൊഫസർ ഹരീന്ദ്രനാഥ്. മതിയടേ, ഇതാ എത്തി. എന്താ ഒരു മുന്നറിയിപ്പുമില്ലാത്തൊരു വരവ്? മുന്നറിയിപ്പ് തന്നിട്ട് വരാൻ ഞാനെന്താ രാജശ്രീ കൊടുങ്കാറ്റാണോ? കൊടുങ്കാറ്റാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ശാന്തമാകും. ഇത് സുനാമി. ഒറ്റ വരവ് ഒറ്റ പോക്കും. ഇപ്പോൾ എന്താ ആശുപത്രി പരിപാടിയൊന്നും ഇല്ലേ? ഒന്നവിടെ നിൽക്ക്. ആദ്യം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ. എന്തോ കാര്യസാധ്യത്തിനാണ് ഈ കൈക്കൂലി. ഇത് കൈക്കൂലിയൊന്നുമല്ല, കിട്ടിയതിൽ ഒരു പങ്ക്. അയ്യേ, എനിക്ക് വേണ്ട ഷെയർ. കാര്യം പറയടി. അല്ല, അവിടെ 2 ഷെയർ കൊടുത്തോ? ഇല്ല, ഇത് മൊത്തം ഇവിടത്തേക്ക് മാത്രം. ശ്രീമതി പ്രഭാദേവിക്കും സുരേഷ് എഞ്ചിനീയർക്കും ഇതിൽ ഷെയർ ഇല്ല. അപ്പോ കാര്യം പറ. അതിനിടയിൽ അച്ഛൻ ചായ ഇടാം. ഓഹോ, അപ്പോ 411ാമത്തെ വേലക്കാരെയും പറഞ്ഞു കിട്ടോ? 411 417. കോവിഡ് കാലത്തെ കണക്ക് നിനക്ക് മിസ്സായി. ആരും വേണ്ട, ഒറ്റയ്ക്കാണ് നല്ലത്. അച്ഛാ, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ചായ ഇടാം. എടി, ആരായാലും ചായപാത്രം വച്ചാൽ തിളക്കി. അതാര് വേണമെന്ന് ഇൻഡക്ഷൻ കുക്കറിന് യാതൊരു വാശിയില്ല. ഓഹോ, ആട്ടെ, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു? അമൃത് റെസ്റ്റോറൻറ്റിൽ നിന്നും പക്ക കുത്തരിച്ചോറിൻ്റെ സദ്യ. ഒരു നഗരത്തിൽ മിനിറ്റുകൾ മാത്രം സഞ്ചരിച്ചാൽ എത്തുന്നിടത്ത് നമ്മൾ 3 ഇടങ്ങളിലായി.
പകയില്ലാതെ പരാതിയില്ലാതെ, എന്നാൽ 3 ലോകത്ത് അതിഥികളെപ്പോലെ. എന്ത് വിചിത്രമാണച്ചാ. ഓ, ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പലവട്ടം തിരഞ്ഞിട്ടും നമ്മൾ ഉത്തരം കാണാത്തതല്ലേ? ആ, മോള് കൊണ്ടുവന്ന സമ്മാനപ്പതി കഴിക്ക്. ഓ, ആ മൂഡ് പോയി. ചായ കുടിച്ചിട്ട് പറയാം. എങ്ങനെയുണ്ട്? ഉം, ഒരുവിധം. ഓഹോ, സമ്മതിച്ചു തരരുത്. സമ്മതിച്ചാൽ വളർച്ച മുരടിക്കും. നേരത്തേക്കാൾ കൂടുതൽ നന്നാവണം പിന്നത്തെ ഓരോന്നും. ശരി ശരി, ഞാൻ എല്ലാ ദിവസവും വരാം വേലക്കാരി വാഴാത്ത ഈ സന്നിധിയിലേക്ക്. വാഴാത്തതല്ല, അവര് ഇവിടെ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട ഇടത്തേക്ക് പരിശീലനം നേടി പോകുന്നതാണ്. നീ വന്ന കാര്യം പറ. ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ഒരു അതിഥി വന്നിട്ടുണ്ട്. അതിഥി വരാൻ അതെന്താ ഗസ്റ്റ് ഹൗസോ? ഉഫ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക് കിളവാ. ആ എന്നാ നീ പറ. അയാൾ അതിഥി തന്നെ, കേരള സർക്കാരിന്റെ വിശിഷ്ട അതിഥി. മലയാളിയല്ല. അല്ല, പുള്ളിക്കാരൻ ഇന്റർനാഷണൽ ഫിഗറാണ്. പക്ഷെ ബോഡി മാത്രമേ ഉള്ളൂ. അകത്തെ മെഷീൻ പലതും ഡാമേജ് ആണ്. ഓഹോ, ചിലതില്ല. ഓ, ദാഹശീലനായിരിക്കും. അതിനേക്കാൾ കൂടുതൽ ധൂമശീലനാണ്. വാൽവൊക്കെ പുകമതിൽ കെട്ടി അടച്ചു കഴിഞ്ഞു. ബ്ലോക്ക് എണ്ണാൻ നിൽക്കണ്ടെന്ന് കരുതി, അത്രയുണ്ട്. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴേ പുള്ളി ഫ്ലാറ്റ്. ICUവിൽ സുഖം, സ്വസ്ഥം. ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു പ്രഭാഷണം നടത്തണോ? ആ, എന്നാ പിന്നെ അയാൾക്ക് സർജറിയുടെ ആവശ്യം പോലും വരില്ല. എടീ, ഇതിന് ഞാൻ എന്തു വേണം? നീ വന്ന കാര്യം പറ. കേന്ദ്ര ആരോഗ്യമന്ത്രി ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എയിംസിൽ എത്തിക്കണം എന്നാണ് പറഞ്ഞത്. അത് റിസ്ക്കാണ്. അതുകൊണ്ട് ഇവിടെ മതിയെന്നൊടുവിൽ തീരുമാനിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അതിന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇവിടെ നിന്നും ഫ്ലൈറ്റിൽ കയറ്റിയാൽ ഇയാൾ വടിയാകുമെന്നായിരിക്കും. ഓ, എടീ, നീ എന്നെ പിച്ചാതെ കാര്യം പറ. ഈ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടർ രാജശ്രീ ഹരീന്ദ്രൻ എന്നൊരു മിടുക്കിയായ ഡോക്ടറുണ്ട്. വൺ അമോങ് ദ ഇന്ത്യാസ് ഫസ്റ്റ്. സത്യം? സത്യം. ഐ ആം പ്രൗഡ് ഓഫ് യു. ആ, ഇപ്പോഴേ പ്രൗഡാവണ്ട. ഈ എയിംസിലെ കാർഡിയോളജി മേധാവി ഒരു മുഹമ്മദ് ഷെരീഫ് റാവുത്തർ. ആരെന്നറിയോ? പ്രൊഫസർ മുഹമ്മദിന്റെ മകനാണോ? പഴയ JNU? അതെ, പ്രൊഫസർ ഹരീന്ദ്രനാഥിന്റെ മകളാണെങ്കിൽ. അച്ഛാ, എനിക്ക് എത്ര വാതിലുകളാണ് ഈ സ്നേഹത്താക്കോൽ തുറന്നു തരുന്നത്. താങ്ക് യു സോ മച്ച് അച്ഛാ. മോളെ, അച്ഛനും മകൾ നന്ദി പറയുകയോ? ഞാനല്ലേ നിന്നോട് നന്ദി പറയേണ്ടത്? എൻ്റെ മകളായി നാടറിയുന്ന മിടുക്കിയായി മാറിയതിന് ഇതിനൊരു സമ്മാനം അച്ഛൻ തരാം. ഇപ്പൊ വേണ്ട, ഞാനൊരിക്കൽ ചോദിക്കും. ചോദിക്കുന്നത് എന്തും തരാൻ അച്ഛനാവില്ലെങ്കിലോ? ഞാൻ ചോദിച്ചാൽ എന്തും തരും, എന്തും. മോളെ, അപ്പോൾ നിന്റെ പ്രൊഫഷനിൽ ഒരു സ്വർണരേഖയാകുന്ന ആ സത്കർമ്മം ഉറപ്പോടെ ചെയ്ത് വീണ്ടും സമ്മാനവുമായി മടങ്ങി വാ. ഇത്രയും ഭാഗ്യം എനിക്ക് തന്നിട്ട് ഇവിടെ ഒറ്റയ്ക്ക് വരൂ അച്ഛാ. ഇന്ന് നമുക്ക് വീട്ടിൽ പോവാം. ഇന്ന് വേണ്ട, എനിക്ക് അടുത്ത ആഴ്ച ഒരു ഇൻ്റർനാഷണൽ പേപ്പർ അവതരിപ്പിക്കണം. അതിൻ്റെ കുറേ ജോലികൾ. നിനക്കും കുറേ ഹോംവർക്ക് ഉണ്ടാവും. അത് കഴിയട്ടെ, എന്നിട്ട് ഒരു യാത്ര 2-3 ദിവസം എങ്ങോട്ടെങ്കിലും, നമ്മൾ രണ്ടും മാത്രം. മോളിപ്പോൾ പോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ രാത്രി ഫുഡ് ഞാൻ ഓർഡർ ചെയ്തോളാം. ഓക്കെ, ബൈ ബൈ. ബൈ അച്ഛാ. ആ, ഇന്ന് എന്തു പറ്റി? ഡോക്ടർ നേരത്തെ ഇങ്ങ് എത്തിയല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോയില്ല. പിന്നെ ഇത്രയും നേരം എവിടെ പോയി? എന്താ ഒരു മൂഡ് ഓഫ്? എന്തു പറ്റി? ഞാൻ അച്ഛനെ കാണാൻ പോയി. അച്ഛനെ കണ്ടിട്ട് മടങ്ങി വരുമ്പോൾ സാധാരണ ഹൈ വോൾട്ടാണല്ലോ പതിവ്. എന്താ, അച്ഛന് വയ്യാതെ വല്ലതും ഉണ്ടോ? ഏയ്, ഹി ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. പിന്നെ തന്തപ്പടി വഴക്ക് പറയാൻ യാതൊരു ചാൻസും കാണുന്നില്ല. പിന്നെ വയസ്സാം കാലത്ത് പുതിയ ലൈൻ വല്ലതും? അങ്ങനെയായാ ഞാനായിരിക്കും മുൻകൈ എടുത്ത് നടത്തി കൊടുക്കുന്നത്. പിന്നെ സുന്ദരികൾ ക്യൂ നിൽക്കുമല്ലേ. ഓഹോഹോ, അതൊക്കെ വേണമെങ്കിൽ വരും. ആ,
അതല്ല പ്രശ്നമെങ്കിൽ കാര്യം പറ. അച്ഛൻ ഒറ്റയ്ക്ക് ഇപ്പോൾ സർവൻ്റ് പോലും ഇല്ല. അവസാനം വന്നവരും പോയോ? ഒരാളെയും നിർത്തില്ലല്ലോ. ഇതെന്തു സ്വഭാവം? ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ വരില്ല. നമ്മളിനി എന്തു ചെയ്യണം? അമ്മയും അവിടെ ഒറ്റയ്ക്കല്ലേ? അവിടെ ഗീതയുണ്ട്. രാവിലെ മുതൽ പിന്നെ കുട്ടികളുണ്ട്. അമ്മയ്ക്കൊരിക്കലും ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യില്ല. ആ, ഗീത എത്ര വർഷമായി അവിടെ വന്നിട്ട്? ഒരു 20 വർഷമെങ്കിലും ആവും. 20 വർഷമായി ഒരാൾ അമ്മയോട് നിൽക്കുന്നു. ഇവിടെ 20 ദിവസം ഒരാൾ കൂടെ നിൽക്കാറില്ല. അപ്പോൾ ആരുടെ വീഴ്ചയാണ്? ശരി തെറ്റുകൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനല്ല. അച്ഛൻ ഒറ്റയ്ക്കാണെന്നത് എന്നെ വല്ലാതെ മൂഡ് ഓഫ് ആക്കി. എൻ്റെ ശക്തിയാണ് ആ പേര്. ഇന്നും എയിംസിലെ കാർഡിയോളജി മേധാവി ഞങ്ങളുടെ പ്രിൻസിപ്പാളിനോട് സംസാരിച്ചപ്പോൾ പോലും എൻ്റെ അച്ഛൻ്റെ മഹത്വമാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക്. രാജി, അതൊന്നും ഓർത്ത് ഇപ്പോൾ ടെൻഷൻ വേണ്ട. വലിയൊരു ദൗത്യം നിനക്കിപ്പോൾ ഉണ്ട്. അത് വിജയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കേ. അതൊക്കെയാണ് നിന്റെ ഡ്യൂട്ടി. ഓ, അതൊക്കെ ഞാൻ ഓക്കെയാണ് സാറേ. എന്നാ വാ, നമുക്ക് ഒരു സിനിമയും ഒരു ഫുഡടിയും നടത്തി വരാം. ചെലവേ നിന്റെ വക. എന്റെ പിശുക്ക, ഞാൻ എന്തിനാണ് ചെലവ് ചെയ്യുന്നത്? ചുമ്മാ വെറുതെ ഒരു രസത്തിന്. ഞാനൊന്ന് ഫ്രഷായി ഇതാ വരാം. നിതാന്തം തുടർ നാടകം 3-ാം ഭാഗം സമാപിക്കുന്നു. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: രാജശ്രീ സുപർണ ശ്രീധർ, സുരേഷ് മഹേഷ് RG, ഡോക്ടർ മാത്യു മോഹൻ ഐരൂർ, ഹരീന്ദ്രനാഥ് അനന്തപുരം രവി, പ്രവീൺ ആരോമൽ, മെർലിൻ ശാന്തി MS. സംവിധാന സഹായം N സുനിത, ബിജു കല്ലുവാതിക്കൽ, VN ദീപ. ഈ തുടർനാടകത്തിന്റെ 4-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.